പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാറിന്റെ ബ്രേക്ക് കേടായിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പരിഭ്രമിച്ചു പോയിരിക്കുകയാണ് അഞ്ജലി. ഇതേ തുടർന്ന് അഞ്ജലി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് വീട്ടിലുള്ളവർ അറിയാൻ ഇടയാവുകയാണ്. ഇനി എന്തു ചെയ്യും? അഞ്ജലിക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് അമ്മാമ്മ വീട്ടിൽ അറിയിക്കുകയും ആ നിലവിളി ശബ്ദം കേട്ടാണ് ഫോൺ കട്ടായത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ശ്യാം തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. അയ്യോ, എന്തു പറ്റി എൻ്റെ അഞ്ജലിക്ക്? അവൾക്കൊന്നും വരില്ലേ? അവളില്ലാതെ ഞാനെങ്ങനെ ഈ ലോകത്ത് ജീവിക്കും എന്നുള്ള ഡയലോഗുകളെല്ലാം അയാൾ വിളിച്ചു പറയുന്നത് വീട്ടിലുള്ളവരെ ഞെട്ടിക്കുന്നു. ഇതൊക്കെ കാണുന്നത് ശ്രുതിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. ഇതേ തുടർന്ന് അഞ്ജലിക്ക് എന്താണ് പറ്റിയത് എന്ന് കണ്ടെത്തുന്നതിന് ഉടൻ ശ്രമിക്കണം എന്ന വീട്ടുകാർ തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഇതേ സമയമാണ് അശ്വിൻ തന്റെ പ്രണയം തുറന്നു പറയുന്നതിനുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുന്നത്. പക്ഷേ ഇതേ സമയമാകട്ടെ ശ്യാം ഈ കാര്യം മനസ്സിലാക്കാൻ ഇടയാവുകയും ശ്രുതിക്ക് താലി ചാർത്തുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തന്നെ ആകും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഈ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ശ്രുതിയെ ആദ്യമായി കണ്ടതും ഇഷ്ടപ്പെട്ടതും ഈ ശ്യാമാണ്. അതുകൊണ്ട് തന്നെ ശ്രുതിയെ സ്വന്തമാക്കുന്നതും ശ്യാമ് തന്നെയായിരിക്കും. ഞാൻ നൽകിയ പൊട്ടായിരിക്കും നീ ഇനി തൊടാൻ പോകുന്നത് എന്നും വ്യക്തമാക്കുന്ന ശ്യാം ഇതേ തുടർന്ന് അഞ്ജലി എന്ന ശല്യം ഒഴിവായാൽ ഈ കാര്യങ്ങൾ പതിയെ മുന്നോട്ട് നീക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നതിനായുള്ള പുതിയ അടവുകൾ ശ്യാം പ്രയോഗിക്കുകയാണ്. എപ്പോഴാണ് ആ മരണവാർത്ത വരിക? തൻ്റെ അഭിനയം ഒന്നുകൂടി ഒന്ന് കൊഴുപ്പിക്കാനുണ്ട്. എന്നിട്ട് വേണം ബാക്കിയുള്ളവരുടെ സഹതാപം എനിക്ക് പിടിച്ചെടുക്കാൻ. അതോടെ കാര്യങ്ങൾ ക്ലീനായി നടപ്പിലാകും. പിന്നെ ആർക്കും എന്നെ സംശയം തോന്നുകയില്ല. എൻ്റെ വിജയം ഉറപ്പിക്കുകയുമായി അതോടെ. ആ ഒരു നിമിഷത്തിനായാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അഞ്ജലി മറ്റൊരു കാറിൽ തിരികെ എത്തുന്നത്. ഇതോടെ ശ്യാം ആകെ പകച്ചു പോയിരിക്കുകയാണ്. എന്ത്, ഇവൾ മരിച്ചില്ലേ? പക്ഷേ വന്നപാടെ ശ്യാമിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന അഞ്ജലി, ശ്യാമേട്ടനെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ മനസ്സിൽ മുഴുവൻ ശ്യാമേട്ടനായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം രക്ഷപ്പെടാൻ സാധിച്ചത് എന്ന് പറയുകയും ചെയ്യുന്ന അഞ്ജലി ശ്യാമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതിനെ തുടർന്ന് ശ്യാമിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും ഈ മരണത്തെ ഒഴിവാക്കാൻ എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ശ്യാം ചെയ്യുന്നത്. പക്ഷേ ഇതേ തുടർന്ന് ഇനിയും കാത്തിരുന്നാൽ അശ്വിൻ കാര്യങ്ങൾ വഴിതെറ്റിക്കുമെന്ന് ഉറപ്പിക്കുന്ന ശ്യാം ഇതേ തുടർന്ന് രാത്രി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ടെറസിലേക്ക് വരണം എന്നുള്ള ഒരു കുറിപ്പ് ശ്രുതിക്ക് കൊടുത്ത് വിടുകയും ചെയ്യുന്നു ശ്യാം. ഈ കുറിപ്പ് വായിച്ചതിനെ തുടർന്ന് തന്നോട് കുറച്ച് പ്രൈവറ്റായി സംസാരിക്കാനുണ്ട് എന്ന് അശ്വിൻ പറഞ്ഞത് ഓർമ്മ വരികയാണ് ശ്രുതിക്ക്. ഇതോടെ അശ്വിനായിരിക്കും ഇത് കൊടുത്തുവിട്ടത് എന്ന് വിചാരിക്കുന്ന ശ്രുതി കുതിച്ചെത്തുകയാണ് ടെറസിന്റെ മുകളിലേക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.